ബജാജ് ക്യൂട്ട് എന്ന വണ്ടി നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഒരു നിവർത്തിയില്ലെങ്കിൽ പോലും എടുക്കരുത്. അതായത് മുട്ടം പണിയാണ്. 15,000 കിലോമീറ്ററിൻ്റെയും 30,000 കിലോമീറ്റർ ഇടയിൽ വണ്ടിയുടെ കോറടിച്ച് പോകുന്നതാണ് പറയുന്നത്. കോറടിച്ച് പോവുകയാണ്. ഈ കോറെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ വെടിപ്പിന് പറഞ്ഞാൽ എൻജിൻ പണിയാവുകയാണ്. എൻജിൻ പണിയെന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. 6,000 മുതൽ 8,000 രൂപ വരെ ലേബർ ചാർജുള്ള പണിയാവുകയാണ്. ഞാനവിടെ ഒന്നിലധികം തവണ 4 തവണയൊക്കെ കോറ് അടിച്ചു പോയ ആൾക്കാരെ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അടിച്ചു പോയതേ ഉള്ളൂ. കോറങ്ങ് പോവുകയാണ്. 2013 തൊട്ട് മാർക്കറ്റിലുള്ള വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന വണ്ടിയാണ്. എന്നിട്ട് പോലും ആ പ്രശ്നം കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റാതെ നാട്ടുകാരെ തലയിൽ ഈ വണ്ടി ഇറക്കി റിലീസ് ചെയ്ത് വിട്ടൊക്കെയാണ് ഈ വണ്ടിയെ. അത് പോരാഞ്ഞിട്ട് ഇനി അവർ അതിൻ്റെ AC വരെയാണ്, 300 cc AC വരെയാണ്. ഈ പ്രശ്നം അവർ ഫിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ AC ആകുമ്പോൾ അതിൻ്റെ പണി എത്ര രൂപ അതിൻ്റെ പണി? ഇപ്പോൾ CNG ആണ് അവർ ഇറക്കുന്ന CNG അല്ലാതെ തന്നെ 4,4 ലക്ഷം രൂപ വരെ ഓൺ റോഡ് വിലയുണ്ട്. അപ്പോൾ AC വരുമ്പോൾ എത്ര ലക്ഷം രൂപയായി? അത്രയും പൈസ നമ്മൾ കൊടുത്തിട്ട് ഈ വണ്ടി വഴി കിടക്കുകയാണ്. കോറടിച്ച് പോയെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ അതിന് എൻജിൻ പണിയാണ്. അതിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉറപ്പൊന്നുമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഈ പ്രശ്നം തന്നെ വരും. അപ്പം ദയവ് ചെയ്ത് ആരെങ്കിലും ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കരുത്. ഭയങ്കര പണിയാണ് ബജാജ് ക്യൂട്ടിൻ്റെ വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് പോലല്ല സംഭവം. നമ്മൾ ചെറിയ ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിൻ്റെ ഓരോ പാർട്സും ഭയങ്കര പ്രൈസാണ്. 30,000 കിലോമീറ്ററിലെ ഒരു വണ്ടിയിൽ എൻജിൻ അടിച്ച് പോയെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം അത് 3 കൊല്ലം കൊണ്ടേ 30,000 ആവുന്നില്ല. എൻ്റെ വണ്ടി 25,000 കിലോമീറ്റർ ആയപ്പോഴാണ് അടിച്ചു പോയത്. അവിടെ 15, 20 വന്ന് അടിച്ചു പോയ ആൾക്കാരെ ഞാൻ കണ്ടു. 40 അടിച്ചു പോയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. ഒരിക്കലും ഈ ബജാജ് ക്യൂട്ട് ഇറക്കാൻ ശ്രമിക്കരുത്.